എത്ര സ്നേഹത്തോടെ ചോദിക്കുന്നത്. നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടായിരിക്കാം. സിദ്ധു, നമുക്ക് നന്ദനെ ഒരു ഡോക്ടറെ ഉടനെ തന്നെ കാണിച്ചാലോ? നീ കരയാതെ മോളെ, നേരെ ഒന്ന് വെളുത്തോട്ടെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാം. മോനെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നന്ദു, എന്താ പറ്റിയ? നന്ദു, എന്താന്ന് എന്നോട് പറ നന്ദു. നന്ദുന് എന്താ പറ്റിയേ? എന്താ നന്ദു? ഇത്തിരി വെള്ളം. എന്താ മുരളേട്ടാ ഇങ്ങനെ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം, നന്ദന്റെ കാര്യമല്ലേ? നന്ദനും ദേവികയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് പറയാത്തത് പോട്ടെ, ദേവികയോട് പോലും പറയാത്ത രഹസ്യം നന്ദൻ മനസ്സിൽ സൂക്ഷിക്കാന്ന് വെച്ചാ ആ രഹസ്യം അത്രയും കുഴപ്പം പിടിച്ചാണെന്ന് അർത്ഥം. എന്തൊക്കെയാണെങ്കിലും ശരി, അവൻ കാണിക്കുന്നത് മര്യാദകേടാ. സത്യത്തിൽ ചെകിട്ടത്തൊരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയത്. ദേവികയെ പോലൊരു ഭാര്യയോട് കാര്യങ്ങൾ മറച്ചു വെക്കാന്ന് വെച്ചാ നന്ദൻ എന്തോ പേടി കാണിക്കുന്നല്ലേ പറഞ്ഞ്? അതെ, നിലവിളിക്കുക, പേടിച്ച് മുഖം പൊത്തി വെക്കുക. എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തവരാ സാധാരണ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്. അത് നന്ദൻ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നന്ദൻ എന്ത് തെറ്റിയാനാ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. നന്ദന്റെ രീതികളൊക്കെ വെച്ച് ചിന്തിച്ചപ്പോ ഇനി അങ്ങനെ എന്തെങ്കിലും പേടിയാണോ? വെറുതെ തോന്നിയതാ. അവൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട്. അല്ല എന്റെ മുരളേട്ടാ, ഞാൻ പറഞ്ഞ അങ്ങ് സീരിയസ് ആക്കിയോ? പല വഴിയിലൂടെയും കാര്യങ്ങൾ ചിന്തിച്ചു, അപ്പൊ തോന്നിയതാ. ഇല്ലില്ല, വാദത്തിന് വേണ്ടി നന്ദൻ അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കാം. പക്ഷെ അവനത് എന്നോട് പറയില്ലേ? വീണ്ടും ഞാൻ വെറുതെ ചോദിക്കുന്നതാണേ. തുറന്നു പറയാവുന്നതിലും അപ്പുറത്ത് എന്തെങ്കിലും കുറ്റമാണ് ചെയ്തതെങ്കിലോ? അത് ശരി, നീ പറഞ്ഞു അവനൊരു ക്രിമിനൽ ആക്കുമല്ലോ. അവൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവുമെന്നാണ് നീ പറഞ്ഞു വെക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്തു ചോദിച്ചിട്ട് നന്ദനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഇതും കൂടിയേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരു ഉറുമ്പിനെ കൊന്നാൽ കൂടി പിന്നെ ആ വിഷമത്തിൽ നടക്കുന്നവനവൻ. പിന്നെ ഇതെന്താ പ്രശ്നം? അത് പുറത്തു വരാൻ അവൻ തന്നെ വിചാരിക്കണം.